അടിപൊളി ഒരു നാരങ്ങ അച്ചാറാണ്. ഇത് എത്ര വർഷം വേണമെങ്കിലും നമുക്കിത് ഉപയോഗിക്കാം. പുറത്ത് വെച്ച് തന്നെ വിദേശത്തൊക്കെ പോവുകയാണെങ്കിൽ ഇതേ കണക്ക് അച്ചാറിട്ട് കൊണ്ടൊക്കെ പോകാം. നല്ല അടിപൊളി കയ്പെന്ന് പറഞ്ഞ സാധനം. അപ്പൊ ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകുമ്പോ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. 2 ഉലുവ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് വറുത്ത് കൊണ്ടുവരാം. ഉലുവയും കടുകും കൂടെ മിക്സി ജാറിനകത്ത് ഇട്ട് നമുക്ക് നല്ല കണക്ക പൊടിച്ച് കൈപ്പിടി വെളുത്തുള്ളി ഇതും കൂടെ നമുക്കൊന്ന് ചതച്ചുകൊണ്ട് ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാവേ. കടുക് ഇട്ട് കൊടുക്കാം 1 സ്പൂൺ. 30 ദിവസം നമ്മളിത് ഈ നാരങ്ങ ഉപ്പിലിട്ട് ഈ കുപ്പിക്കകത്ത് വെച്ചയാണ്. അപ്പൊ ഇതാണ് നമ്മളിപ്പോ ഇത് അച്ചാർ ഇടാൻ പോകുന്നത്. കണ്ടോ, നല്ല കണക്ക അലിഞ്ഞ് നല്ല കണക്ക വന്നിട്ടുണ്ട്. അപ്പൊ കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. 1 പിടി കറിവേപ്പിലയും കൂടെ ഇട്ടു. അപ്പോൾ വെളുത്തുള്ളി നല്ല കണക്ക മൂത്ത് വന്നിട്ടുണ്ട്. ഇത് 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാശ്മീർ മുളക് പൊടി ഞാൻ എടുക്കത്തില്ല. അപ്പം കാശ്മീർ മുളക് പൊടി ആവശ്യമുള്ളവർ അങ്ങനെ എടുത്താൽ മതി. പിന്നെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടുപ്പ് ഓഫ് ചെയ്തിട്ട് വേണം നമ്മളിതൊന്ന് മൂപ്പിച്ചെടുക്കാൻ. അരപ്പെല്ലാം നല്ലൊരു മൂത്ത മണം വരണേ. അപ്പം നമുക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. നാരങ്ങ ഇട്ട് കൊടുക്കാം. അലിഞ്ഞ് നല്ല കണക്ക് ഇതായിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. എന്തൊരു മണം, എൻ്റെ വായിലാണെങ്കിൽ വെള്ളം ഊറിയിട്ട് വയ്യ. ഇപ്പം എല്ലാം കറക്റ്റാണ്. പക്ഷെ നാരങ്ങയുടെ കയ്പേ ഇല്ല. വെള്ളം ചേർത്തിട്ടില്ല. അച്ചാറിൻ്റെ ടേസ്റ്റ് വരണമെങ്കിൽ നമുക്ക് 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കായും പിന്നെ കടുകും കൂടെ പൊടിച്ചത് അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇളക്കിയെടുക്കാം. നല്ലെണ്ണയും കൂടെ നമ്മൾ ചൂടാക്കി ഒഴിച്ചു കൊടുക്കാം. അടിപൊളി നാരങ്ങ അച്ചാർ തയ്യാറായിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതേ കണക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളിയാണ് നാരങ്ങ അച്ചാർ. നോക്കിയിട്ട് കമൻറ്റ് ഇടുക.